ഹലോ കൂട്ടുകാരെ, 100ന്റെ മികവില് 100% വിജയവുമായിട്ട് മുന്നേറുന്ന നമ്മുടെ സ്വന്തം GHS നാഗലശ്ശേരി പാഠ്യപഠനേതര രംഗത്തും മികച്ച പ്രാധാന്യം നൽകുന്നതോട് തന്നെ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് കുട്ടികളാണ് മാജിദയും സാലിയും. ജീവിതമാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും പ്രാഥമിക ഉപജീവന മാർഗമായി കൃഷി കണക്കാക്കപ്പെടുന്നു. ഇതിനെ ഒരിക്കലും കുറച്ചു കാണാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് പരമ്പരാഗത കൃഷി രീതികൾക്ക് പകരമായി പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും എല്ലാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ട് ചില കർഷകർ മാത്രമേ ഇന്നും പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നുള്ളൂ. പണ്ട് കർഷകർ ചെയ്തിരുന്ന കൃഷി രീതിയല്ല ഇന്ന് നാം പിന്തുടരുന്നത്. പണവും അറിവും ആർജിച്ചതോടെ ഇന്ന് കൃഷി വെറും കൃത്രിമമാണ്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പണം കൊണ്ടുള്ള പ്രയോജനം? അതിനാൽ ഈ ഭൂമിയിൽ മനുഷ്യജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം കൃഷിയുടെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. തുടർച്ചയായ മഴവെള്ളപ്പാച്ചിലും മഹാപ്രളയവും എല്ലാം നമ്മുടെ കൃഷിയെ തകരാറിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും നാം കൃഷിയെ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. ഇനി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ. സ്വന്തം അടുക്കളയിൽ വല്ലതും വച്ചു വളർത്തണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതിയാണ് നമ്മുടേത്. സമീകൃതാഹാരത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നാഗലശ്ശേരി ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള മാജിദ ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വന്ന് കാണാവുന്നതാണ്. വളരെ ചെറുതായിട്ട് സ്കൂളുകളിലൊക്കെ പരിപാടികൾ നടത്തുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ അതിന് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയ ഫുഡ് ഉണ്ടാക്കി നമ്മളതിനൊക്കെ എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് മാജിദ. മാജിദ അവരുടെ പണിപ്പുരയിലാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മാജിദ ഇത്രയധികം ഐറ്റംസ് അവിടെ പ്രസന്റ് ചെയ്തത്. 25ലധികം ഐറ്റംസ് പ്രസന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും അത്ഭുതം തന്നെയായിരുന്നു. എല്ലാം മികച്ച ഫുഡും അതുപോലെ തന്നെ അവർ കാണാത്ത തരത്തിലുള്ള ബെനിഫിറ്റുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കുട്ടികൾക്കെല്ലാം രുചിച്ചു നോക്കാനുള്ള ഒരു സൗകര്യം കൂടി നമ്മളവിടെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. നമ്മുടെ മാജിദ ലൈവ് കുക്കിംഗ് ആയിരുന്നു. നല്ല ഭക്ഷണശീലം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ബോധവൽക്കരണം എന്ന തരത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പൊ മാജിദയ്ക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് SSK പാലക്കാട് DPO ആയിട്ടുള്ള മഹേഷ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാജിദയെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. നല്ല കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തൃത്താല BRCന്നും സെലക്ട് ചെയ്തവരാണ് രണ്ടുപേരുട്ടോ. കാരണം അത്രമേൽ പ്രാധാന്യമാണ് GHS നാഗലശ്ശേരി പാഠ്യ പഠനേതര രംഗത്തേക്ക് കൊടുക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ അവക്കാഡോ മരം. രണ്ടുപേരെയും മികച്ച കുട്ടി കർഷകരായിട്ട് സ്കൂളായിട്ട് തിരഞ്ഞെടുത്തത് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും അത്രമേൽ ഇൻട്രാക്റ്റഡ് ആണ്. ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കളെ മാത്രമല്ല കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ സ്കൂളിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ് GHS നാഗലശ്ശേരി കാഴ്ചവെക്കുന്നത്. അതുതന്നെയാണ് എന്നെ ഏറ്റവും അധികം നമ്മുടെ GHSുമായിട്ട് അടുപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മക്കളെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ഞങ്ങൾ പാരൻസിനാണെന്ന്.